ഹായ് ഗായ്സ്, മാന്നാർ മച്ചൻസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എമ്പുരാൻ സിനിമ കാണാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ആയിരിക്കും. അപ്പം നമ്മുടെ കൂടെ കുറച്ച് പേരോടുണ്ട്, പക്ഷേ നമ്മൾ രണ്ടുപേര് വണ്ടിയിലാണ് പോകുന്നത്, ടൂ വീലറിൽ, ഞാനും അഭിതനും കൂടെ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് കാണാം. നമ്മുടെ ഏരിയയിൽ ഹെൽമെറ്റ് മസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തിയേറ്ററിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സാധാരണ നമ്മൾ കാറിലാണ് പോകുന്നത്, പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ ടൂ വീലറിലാണ് പോകുന്നത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാർ എടുക്കാൻ, അതുകൊണ്ടാണ് നമ്മൾ ടൂ വീലറിൽ പോകുന്നത്. കാറിൽ പോകുന്നത് സത്യം പറഞ്ഞാൽ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചായിരുന്നു ഇവിടുന്ന് കാറിൽ പോകുന്നത്. അതൊരു വേറൊരു വൈബായിരുന്നു. ഈ ഇരിക്കുന്നതൊക്കെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇത് പിന്നെ ചേച്ചിമാരൊക്കെ കഴുകിയിട്ട് തുണികളൊക്കെ ഉണങ്ങണ്ടേ. കുടുംബശ്രീ ചേച്ചിമാരൊക്കെ ഇറങ്ങി കുറച്ച് വീട്ടിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് പറക്കി ഇവിടെ കൊണ്ടിടും. അങ്ങനെ നമ്മൾ മാന്നാറിൽ ഫേമസ് ആയിട്ടുള്ള കൊരട്ടിയമ്പലത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏകദേശം മെയിൻ റോഡിൽ കയറി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ദിവസം വണ്ടികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറവാണ് ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ നല്ല പെതിയെയാണ് പോകുന്നത്. പിള്ളേരൊക്കെ എന്താ കാണുമ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. നമ്മളെ ഹെൽമെറ്റ് ഇല്ലാതൊക്കെ 2-3 പ്രാവശ്യം തൂക്കിയിട്ടുള്ളതുകൊണ്ട്. ഈ കാണുന്ന സൈക്കിൾ മുക്കിലെ പാലമാണ്. കുറേ പേര് ഈ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കെട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ചാടേണ്ടവരാണെങ്കിൽ ചാടും. പക്ഷേ ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ കടപ്പുറയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെപ്പോഴും നമ്മൾ സിനിമ കാണുന്നത് കടപ്പുറ മാളിൽ നിന്നാണ് സിനിമ കാണുന്നത്. നല്ല സ്ക്രീൻസൊക്കെയാണ് അവിടുത്തെ. അപ്പം നമ്മൾ ഏകദേശം കടപ്പുറ മാളിൽ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കടപ്പുറ മാൾ. ഇനിയിപ്പം നമുക്ക് അകത്തോട്ട് കയറി വണ്ടി പാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ലാലേട്ടൻ്റെ ആ ഒരു ഫ്ലെക്സൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ രോമാഞ്ചം തോന്നുന്നുണ്ട്. അതിൽ കയറിയിട്ട് ബാക്കി നമുക്ക് ഇവിടെ നോക്കാം. അബീത് സാർ അങ്ങനെ വണ്ടി മാന്യമായിട്ട് പാർക്ക് ചെയ്തതാണ് നമ്മൾ കാണുന്നത്. ഇയാളിവിടെ ഒരു ഇൻട്രോ കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഇയാൾ പിന്നെ അവിടെ കൊണ്ടുപോയി പോട്ടെ. അപ്പോൾ ഏതായാലും പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. അങ്ങനെ നമ്മുടെ ഗൂഗിൾ ശ്രീജിത്ത് വന്നിരിക്കുകയാണ്. കണ്ടില്ല, നമ്മൾ പിള്ളേരെല്ലാം ഹെൽമെറ്റൊക്കെ വെച്ചാണ് നടക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഹെൽമെറ്റൊക്കെ വെച്ച് യാത്ര ചെയ്യുക. ഏതായാലും അവരെ കണ്ടപ്പം തളപതിയുടെ ഒരു സന്തോഷം. അരുണാണെങ്കിൽ ലിയോയുടെ കളക്ഷൻ പൊട്ടിക്കാതായാലും കുഴപ്പമില്ല, അടുത്ത ജനനായകനെ പിടിക്കാന്നാണ് പറയുന്നത്. തൂക്കിയിരിക്കും. നമുക്കെന്തായാലും കാണാൻ തോന്നുന്നത്. നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഫ്ലെക്സ് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളായിരുന്നു, ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതെന്തായാലും കസറിയിട്ടുണ്ട്, വേറെ ലെവൽ ഐറ്റമാണ്. ലാലേട്ടൻ ഈ ഒരു ലുക്കിൽ സ്ക്രീനിൽ കാണാൻ നമ്മൾ വെയിറ്റിംഗ് ആണ്. പിന്നെ ഈ ഒരു കട്ടൗട്ട് വെച്ചിരിക്കുന്നത് തിരുവല്ല ഏരിയ കമ്മിറ്റി ഉള്ളവരാണ്. പിന്നെ ഇത് നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ട ആ ഒരു ഫ്ലെക്സ് ആണ്. ഏതായാലും നൈസായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കളം തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിജിചേട്ടനും സച്ചിനോട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നൈസായിട്ട് മുകളിലോട്ട് പോകാം. നമ്മളങ്ങനെ ലിഫ്റ്റിലോട്ട് കയറാൻ പോകണേ, ലിഫ്റ്റ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഇനി ലിഫ്റ്റ് അവർക്ക് വരാത്ത ആരും വല്ലതും ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയത്തില്ല. ഏതായാലും കയറി നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി നമ്മൾ ലിഫ്റ്റിലെ കണ്ണാടി കണ്ടപ്പോഴത്തേക്കിന് ആൾക്കാർ മുടിയൊക്കെ പൊക്കി വെക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ചെറിയൊരു പരിപാടി അങ്ങോട്ട് ഒപ്പിച്ച് അന്നേരം ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് പോസ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ശരിക്കും വീഡിയോ ആണ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പോൾ മേളിലത്തെ ഫ്ലോർ വന്നിരിക്കുകയാണ്. ഇനിയിപ്പം പടം തുടങ്ങാനുള്ള പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. ഏകദേശം സമയമായി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മുടെ ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് തിയേറ്ററിൽ നിൽക്കുകയാണ്. നമ്മുടെ ചെയ്യാനും കൂടെ ഉണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് ഇരുന്ന് ഇപ്പം നല്ലൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പടത്തിൻ്റെ കാര്യം കുട്ടനൊക്കെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. ഏതായാലും നമ്മൾ പടം കാണാനുള്ള വെയിറ്റ് ചെയ്തുള്ള ഇരിപ്പാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മാത്രം ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി മുടിയൊക്കെ പൊക്കി എന്താ പറഞ്ഞാൽ നമ്മളങ്ങനെ തിയേറ്ററിനകത്തോട്ട് കയറുകയാണ്. എന്തായാലും ഹെവി ആളാണ്. നമുക്ക് എന്തായാലും അവിടെ ഇരുന്നിട്ട് ഇനി കാണാം. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഭയങ്കര ഹാപ്പിയാണ്. പടം കഴിയുമ്പോഴേ ഒരു സന്തോഷം കണ്ടാൽ മതി. നമ്മുടെ തളപതിയാണെങ്കിൽ ഇല്ലാത്ത മീശ തോണ്ടി കളിക്കുകയാണ്. അങ്ങനെ ഷോ തുടങ്ങാൻ പോകുന്ന ഗൈസ്. അപ്പം ഇനിയും അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നതാണല്ലോ ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ ആയിരിക്കും കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അപ്പം റിവ്യൂ ചോദിക്കും അവരോട്. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്? എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്? നല്ല രസമുണ്ടായിരുന്നു. സമയം പോയി അറിഞ്ഞില്ല, ഇന്റർവെൽ എത്തിയത് അറിഞ്ഞില്ല. അപ്പോൾ ഇനിയും സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെ ഇഷ്ടപ്പെട്ടു. നല്ല മികച്ച മേക്കിംഗ്. വലിയ കുഴപ്പമില്ല. സ്വന്തമായ ഒരു കുഞ്ഞിക്കാല കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇതാ ഒരു ഗുഡ് ന്യൂസ്. ഇന്ത്യയിലെ ലീഡിംഗ് ആയ ക്രാഫ്റ്റ് ഫെർട്ടിലിറ്റി സെന്റർ കുഞ്ഞില്ലാത്തവർക്ക് ഒരുക്കും. നിജിചേട്ടൻ ക്യാമറ കാണുമ്പോൾ എന്തോ കേസിലെ പ്രതിയുടെ കണക്കിനാണ്. നമ്മളപ്പോൾ സിനിമ കണ്ടിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം പടം എങ്ങനെയുണ്ട്. ഇവിടെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് സിനിമ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കും പടം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല പടമായിരുന്നു. ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചുകൂടെ നല്ല സെക്കൻഡ് ഹാഫ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം നല്ലതായിരുന്നു. രാവിലെ ഞാൻ അമ്മയുടെ കൂടെ വന്നായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമാണ്. പടം സീൻ പടം
തിയേറ്ററിൽ വന്ന് കാണും. എനിക്കും എന്തെങ്കിലും പടം ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചുകൂടെ നല്ലതായിരുന്നു സെക്കൻഡ് ഹാഫ്. പിന്നെ ഭയങ്കര മേക്കിംഗ് ഒക്കെ ആയിരുന്നു അല്ലേ? മേക്കിങ്ങും കൊള്ളാം, മ്യൂസിക്കും കൊള്ളാം, ക്യാമറയാണ് എടുത്ത് പറയേണ്ടത്. പിന്നെ ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടമാണ്. പൃഥ്വിരാജിന്റെ വർക്കും സൂപ്പർ വർക്കായിരുന്നു പൃഥ്വിരാജ്. ഇതൊരു വേൾഡ് ക്ലാസ് ലെവലിലാണ് പടം എടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ മലയാള സിനിമയിൽ ഇതൊരു മുതൽക്കൂട്ടാണ് എന്നും. അപ്പോൾ എന്തായാലും എനിക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ട് ഇതും ഓവറോൾ നോക്കി കഴിഞ്ഞാൽ സൂപ്പറാണ്. ഫ്ലാഷ് ബാക്ക്. അതെ എന്തായാലും ഡയറക്ഷനും അടിപൊളിയായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഡയറക്ഷനാണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വ്ലോഗ് ഇവിടെ കഴിയാണ്. അപ്പം ബൈ.